പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC ഓണം എക്സാമിന് വേണ്ടി അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ മുഴുവൻ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതെന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. എന്താണ് നമ്പർ സീക്വൻസ്? എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഓർഡേർഡ് ആസ് ദ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ ലൈക്ക് ദിസ് അക്കോർഡിംഗ് ടു സം റൂൾ is called number sequence. നമ്പർ പാറ്റേൺ എന്നത് ഒരു നിശ്ചിത നിയമമനുസരിച്ച് ക്രമത്തിൽ വരുന്ന സംഖ്യകളെയാണ് നമ്പർ പാറ്റേൺ എന്ന് വിളിക്കുന്നത്. നമുക്ക് ചില എക്സാമ്പിളുകൾ നോക്കാം. അടുത്ത ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അരിത്തമെറ്റിക് സീക്വൻസ്. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? എ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിംഗ് ബൈ ആഡിംഗ് വൺ നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ ഇസ് കോൾഡ് അരിത്തമെറ്റിക് സീക്വൻസ്. തുടർച്ചയായി വരുന്ന ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും ഒരേപോലെ ആയിരിക്കുന്ന സംഖ്യാശ്രേണിയെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. 2, 4, 6, 8 ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇവിടെ നമുക്കറിയാം 2 വീതം ആഡ് ചെയ്തു പോകുന്ന ഒരു സീക്വൻസ് ആണ്. ഈ സീക്വൻസ് തന്നെ ഒന്നുകൂടി പരിശോധിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി വ്യക്തമാകും. ഫസ്റ്റ് നമ്പർ ആണ് 2. ആ 2 എന്നത് ഈ സീക്വൻസിലെ ഫസ്റ്റ് ടൈം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ 4 എന്നത് സെക്കൻഡ് ടൈം, 3 എന്നത് തേർഡ് ടൈം. ഇങ്ങനെയാണ് ഇതിന്റെ നമ്പർ ഓർഡറുകൾ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പറയുകയുണ്ടായി 2 ആഡ് ചെയ്തു പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഇതെന്ന്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്നത്. സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറാണ് കോമൺ. അല്ലെങ്കിൽ തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറച്ചാലും കിട്ടുന്ന നമ്പറാണ് കോമൺ. സിമ്പിൾ ആയി പറഞ്ഞാൽ ആഡ് ചെയ്തു പോകുന്ന നമ്പറിനെ നമ്മൾ വിളിക്കുന്നതാണ് കോമൺ ഡിഫറൻസ്. അതുപോലെ തന്നെ ഈ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി നമുക്കിവിടെ പറയാൻ സാധിക്കും. 2, 4, 6, 8 എന്ന സീക്വൻസിലെ 2 എന്നത് ഫസ്റ്റ് ടൈം ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ പൊസിഷൻ 1 ആണ്. അതുപോലെ 4 എന്ന രണ്ടാമത്തെ ടൈമിന്റെ പൊസിഷൻ വരുന്നത് 2 ആണ്. അങ്ങനെ സീക്വൻസും പൊസിഷനും തമ്മിലുള്ള ഒരു ബന്ധവും നമുക്കിവിടെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ചില ടേമുകൾ തന്നിട്ട് ഒരു ടൈം പരിശോധിക്കാം. 10, 15, 20 എന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ അടുത്ത നെക്സ്റ്റ് ടൈം ഏതാണ്? നമുക്ക് ഈസിയായി പറയാൻ സാധിക്കും. ആഡ് ചെയ്തു പോകുന്ന നമ്പർ ഏതാണെന്ന് ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക. അതായത് കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിക്കുക. 15 മൈനസ് 10 നമുക്ക് കിട്ടും 5 എന്നാണ്. അപ്പോൾ ആ 5 നമുക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന തേർഡ് ടൈമിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക്, അപ്പോൾ ഇതിന്റെ ആൻസർ 25 ആണ്. ഇങ്ങനെ നമുക്ക് തൊട്ടടുത്തുള്ള ടൈമുകൾ കണ്ടുപിടിക്കാൻ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോയാൽ മതി. അടുത്തത് പൊസിഷൻ ആൻഡ് ടൈം എന്നൊരു സെക്ഷൻ നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച കോമൺ ഡിഫറൻസും ടൈമുകളും ഉപയോഗിച്ച് എങ്ങനെ ഒരു വ്യത്യസ്തമായ സീക്വൻസിന്റെ നമ്പറുകൾ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇതിനായി നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ആവശ്യമുണ്ട്. ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് ആ നമ്പർ ആഡ് ചെയ്ത് സീക്വൻസുകളെ പൂർത്തിയാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം നോക്കാം. ഫസ്റ്റ് ടൈം 24, സെക്കൻഡ് ടൈം നമുക്ക് തന്നിട്ടില്ല, തേർഡ് ടൈമും തന്നിട്ടില്ല, പിന്നെ ഉള്ളത് ഫോർത്ത് ടൈം ആണ് 42 തന്നത്. അപ്പോൾ അടുത്തടുത്ത 2 സംഖ്യകളായിരുന്നുവെങ്കിൽ നമുക്ക് ഈസിയായി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതുണ്ട്. അതായത് ആദ്യം പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 42 മൈനസ് 20. 42ന്റെ പൊസിഷൻ വരുന്നത് ഫോർത്ത് ടൈം ആണ്. 4 മൈനസ് 24 എന്നത് ഫസ്റ്റ് ടൈം ആണ്. 4 മൈനസ് 1. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ 18/3 എന്ന് കിട്ടും. വീണ്ടും നമുക്കറിയാം 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആണ് അതിന്റെ ആൻസർ. സോ നമുക്ക് ഇവിടെ അതിന്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ലഭിച്ചിട്ടുണ്ട് 6. അപ്പോൾ തന്നിരിക്കുന്ന ഫസ്റ്റ് ടൈം ആയ 24ന്റെ കൂടത്തിൽ പ്ലസ് 6 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ടൈം കിട്ടും. അതായത് 30 ആണ് സെക്കൻഡ് ടൈം. സെക്കൻഡ് ടൈമിന്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ടൈമും കിട്ടും. 36 ആണ് മൂന്നാമത്തെ ടൈമായി വരുന്നത്. വീണ്ടും നമുക്കറിയാം 36ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 42 ആണ്. അപ്പോൾ നമുക്ക് ഈ സീക്വൻസ് പൂർത്തിയാക്കാൻ സാധിച്ചു. ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ഉദാഹരണം കൂടി നോക്കാം. 5th ടൈം 7, 7th ടൈം 5th, അതായത് 5ാം പദം 7ഉം 7ാം പദം 5ഉമായ ഒരു സീക്വൻസിന്റെ ആദ്യത്തെ 4 പദങ്ങൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ സീക്വൻസ് പൂർത്തിയാക്കുക. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യുന്നു. പൊസിഷൻ ഡിഫറൻസ് ബൈ ടൈം ഡിഫറൻസ്. ഇവിടുത്തെ 7th ടൈം ആണ് നമുക്ക് ഇവിടെ വലിയതായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ 5 ആണ് അതിന്റെ നമ്പർ. 5 മൈനസ് 7 ബൈ 7 മൈനസ് 5 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 5 മൈനസ് 7 എന്ന് പറഞ്ഞാൽ -2 ആണ്. ബൈ 7 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പോൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ -1 ആണ്. ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ സീക്വൻസ് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന 5th ടൈം 7 ആണ്. കോമൺ ഡിഫറൻസ് -1 ആണ്. അപ്പോൾ നമുക്ക് 4ാമത്തെ ടൈം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. 7 മൈനസ് -1, അതായത് 8 എന്ന് നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അതുപോലെ തന്നെ അടുത്ത ടൈം കണ്ടുപിടിക്കാൻ 8 മൈനസ് -1 9. അതുപോലെ സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാൻ 9 മൈനസ് -1 10 എന്ന് സെക്കൻഡ് ടൈം നമുക്ക് കണ്ടുപിടിക്കാം. 10 ആണ് സെക്കൻഡ് ടൈമായി കിട്ടുന്നത്. അതുപോലെ ഫസ്റ്റ് ടൈം കിട്ടാൻ 10 മൈനസ് -1
സോ നമ്മുടെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 11 ആണ്. ഈ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊസിഷൻ ആൻഡ് ടൈം എന്ന ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളത്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് ടൈം. ഈ സെക്ഷനിൽ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇവിടെ ഒരു സീക്വൻസ് തന്നിട്ട് അതിന്റെ മുന്നിലോട്ടുള്ളതോ അല്ലെങ്കിൽ പുറകോട്ടുള്ളതോ ആയ ടേമുകൾ കണ്ടുപിടിക്കാനാണ് കൂടുതലും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് ടൈം 1, സെക്കൻഡ് ടൈം 11, തേർഡ് ടൈം 21. ഈ സീക്വൻസിന്റെ 25th ടൈം എത്രയെന്നാണ് ഇവിടുത്തെ ചോദ്യം. വാട്ട് ഈസ് ദ 25th ടൈം ഓഫ് ദിസ് അരിത്തമാറ്റിക് സീക്വൻസ് 1, 11, 21? അപ്പോൾ നമുക്ക് ഇവിടെ ഡി എന്ന് കണ്ടുപിടിക്കാം. സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുമ്പോൾ നമുക്ക് ഡി കിട്ടും. അതായത് 11 - 1 10 എന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, 25th ടൈം കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെക്ക് ചെയ്താൽ മതി. 1 നിന്ന് 25th ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്നൊന്ന് പരിശോധിക്കും. 25th - 1. സോ നമുക്ക് മനസ്സിലാവും 24 ആണ് 1 നിന്ന് 25th ഡിസ്റ്റൻസ്. സോ ഇവിടെ ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് ടൈമിന്റെ കൂടത്തിൽ 24 തവണ കോമൺ ഡിഫറൻസ് ആയ 10നെ ആഡ് ചെയ്തു പോയാൽ നമുക്ക് 25th ടൈം കിട്ടും. സോ നമുക്ക് ഇതിന്റെ ആൻസർ 241 എന്ന് കിട്ടും. ഇതാണ് ഈ സെക്ഷനിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി വരാൻ സാധ്യതയുള്ളത്. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ പരിശോധിക്കാം. ഫസ്റ്റ് ടൈം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 21 and ninth time is 41. Find first time and find 25th time. ഇതാണ് ഇവിടുത്തെ ചോദ്യം. തന്നിരിക്കുന്ന സീക്വൻസിന്റെ ഒന്നാമത്തെ ടൈമും 25th ടൈമും കണ്ടുപിടിക്കുക. നമുക്കറിയാം ആദ്യം 5th ടൈം നമുക്ക് 21 എന്ന് തന്നിട്ടുണ്ട്, 9th ടൈം 41 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. 41 - 21 by 9 - 5. നമ്മൾ ആദ്യം ഉപയോഗിച്ച ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. 41 - 21 നമുക്കറിയാം 20 ആണ്. 9 - 5 = 4 ആണ്. 20/4 നമുക്കറിയാം 4 × 5 = 20. സോ ആൻസർ ഈസ് 5 ആണ്. നമുക്ക് കോമൺ ഡിഫറൻസ് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുക. നമുക്കിവിടെ തന്നിരിക്കുന്ന ടൈം 5ാമത്തെ ടൈമാണ്. അപ്പോൾ ആ 5ാമത്തെ ടൈമിൽ നിന്ന് 1ലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കാം. 5 - 1 ചെയ്യുക. അപ്പോൾ ആൻസർ 4 എന്ന്. അപ്പോൾ 5ാമത്തെ ടൈമായ 21ൽ നിന്ന് 4 തവണ കോമൺ ഡിഫറൻസ് ആയ 5 കുറച്ചാൽ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടും. സോ 21 - 20 എന്നാണ്. അതായത് ഫസ്റ്റ് ടൈം 1 ആണ്. ഇനി ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ 25th ടൈം? 25th ടൈം കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടൈമായ 21ന്റെ കൂടെ എത്ര തവണ നമുക്ക് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം എന്നൊന്ന് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം ചെയ്തതാണ് 24 ആണ് അതിന്റെ ആൻസർ. 24 ടൈംസ് നമുക്ക് കോമൺ ഡിഫറൻസ് ആയ 5 ആഡ് ചെയ്ത് കൊടുത്താൽ 25th ടൈം കിട്ടും. സോ ആൻസർ ഈസ് 24 × 5. 24 × 5 120 ആണ്. പ്ലസ് ഒന്നുകൂടി ആഡ് ചെയ്യുമ്പോൾ 121 എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ രണ്ട് ആൻസറുകളും നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന സീക്വൻസിൽ നിന്ന് തന്നിരിക്കുന്ന സീക്വൻസിന്റെ മുന്നോട്ടുള്ള ടേമുകൾ കണ്ടുപിടിക്കാൻ നമ്മൾ പ്ലസ് ചെയ്യുകയും പുറകോട്ടുള്ള സീക്വൻസുകളെ കണ്ടുപിടിക്കാൻ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുകയുമാണ് വേണ്ടത്. ഈ ഒരു കാര്യം മാത്രമാണ് ഈ സെക്ഷനിൽ കൃത്യമായി ഓർത്തിരിക്കേണ്ടത്. നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് കടക്കാം. ഇവിടെ പ്രധാനമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ക്വസ്റ്റ്യൻ പരിശോധിക്കാം. 21, 11, 22, 33, 11, 22, 33. ഈ സീക്വൻസിൽ 123 എന്നത് ഒരു ടേമാണോ, അല്ലെങ്കിൽ ഈ സീക്വൻസ് കണ്ടിന്യൂ ആയി എഴുതി പോകുമ്പോൾ 123 എന്നത് ഒരു ടേമായി വരുമോ എന്നാണ് നമുക്കിവിടെ പരിശോധിക്കേണ്ടത്. അതിനായി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 123 ടേം ആണോ എന്ന് പരിശോധിക്കാൻ ആദ്യം ചെയ്യേണ്ടത് 123 മൈനസ് ഫസ്റ്റ് ടൈം, 123 മൈനസ് 11. സോ നമുക്ക് എൻ്റെ ആൻസർ 112 എന്ന് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിക്കുക. 22 മൈനസ് 11, നമുക്കറിയാം ഇതിന്റെ കോമൺ ഡിഫറൻസ് 11 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ 112 എന്ന നമ്പർ ഈ കോമൺ ഡിഫറൻസ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ സംഖ്യയെ 112 എന്ന സംഖ്യയെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ അത് ഈ സീക്വൻസിൽ ഒരു ടേം അല്ല എന്ന് മനസ്സിലാക്കാം. റിമൈൻഡർ വരുന്നില്ല, പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആ നമ്പർ അതിലെ ഒരു സീക്വൻസ് ആണ്. ഇത്രയും കാര്യമാണ് ഈ ഒരു സെക്ഷനിൽ ഓർത്തിരിക്കാനുള്ളത്. സീക്വൻസ് തന്നിട്ട് ഇതിലെ ഒരു ടേം ആണോ എന്ന് പരിശോധിക്കാനുള്ള ചോദ്യമാണ് ഈ ഭാഗത്ത് നിന്ന് സാധാരണ ചോദിക്കുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ അവസാന സെക്ഷനായ ടേം കണക്ഷനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നോക്കാം. അവസാന സെക്ഷനും ഇത് തന്നെയാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുള്ളത് ഓഡ് നമ്പർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസും ഈവൻ നമ്പർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസുകളെ കുറിച്ചുമാണ്. ഓഡ് നമ്പർ എന്ന് പറയുന്നത് സീക്വൻസുകളുടെ എണ്ണത്തെയാണ്. സിമ്പിളായി കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാം. ഒരു ഉദാഹരണം നോക്കാം. നമുക്ക് ആദ്യം ഓഡ് നമ്പറിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് റിലേഷനും
അതിന്റെ കണക്ഷനും ഒന്ന് പരിശോധിക്കാം. നമ്മളൊരു സീക്വൻസ് ഇവിടെ എഴുതി 1, 3, 5, 7 ആൻഡ് 9. അപ്പോൾ നമുക്കിതിന്റെ ഒന്ന് സമ്മ് എങ്ങനെ കണ്ടുപിടിക്കാം? 1 + 3 + 5 + 7 + 9 എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് പ്ലസ് ചെയ്താലും ആൻസർ കിട്ടും. പക്ഷെ നമുക്കൊരു എളുപ്പ രീതിയിൽ, അതായത് ഈ ടേമിന്റെ ഒരു കണക്ഷൻ വെച്ചിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സീക്വൻസിൽ ആകെ ഉള്ളത് 5 ടേമുകളാണ്. സോ ഇതിനൊരു കൃത്യമായ മിഡിൽ ടേം ഉണ്ട്, അതാണ് 5 എന്ന് പറയുന്നത്. നമ്മൾ ആ മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന്റെ സമ്മ് ലഭിക്കുന്നതാണ്. സോ 25 ആണ് ഈ ടേമുകളുടെ സമ്മ്. ഈ ഒരു പോയിന്റ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം. മറ്റൊരു ഉദാഹരണം കൂടി തരാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് 5 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 75. ഫൈൻഡ് തേർഡ് ടേം ഓഫ് ദി സീക്വൻസ്. 5 പദങ്ങളുടെ തുക 75 ആയ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ തുക 75 ആണ്. അതിന്റെ മൂന്നാമത്തെ പദം കണ്ടുപിടിക്കുക. 5 ടേമുകളുള്ള അരിത്തമെറ്റിക് സീക്വൻസിന്റെ തുക 75 ആണ്. അതിന്റെ മൂന്നാം പദം കണ്ടുപിടിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇതിന്റെ മിഡിൽ ടൈം ആയി വരുന്നത് തേർഡ് ടൈം ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന് 5 പദങ്ങളുടെ ഒരു സീക്വൻസ് ആണ്. സോ അതൊരു ഓഡ് നമ്പറിന്റെ സീക്വൻസ് ആണ് വരുന്നത്. സോ നമ്മൾ ആദ്യം പറഞ്ഞ റൂൾ പ്രകാരം തേർഡ് ടൈം കണ്ടുപിടിക്കാൻ, അതായത് മിഡിൽ ടൈം കണ്ടുപിടിക്കാൻ 75 ബൈ എത്ര ടൈമാണ്, നമ്പർ ഓഫ് ടൈംസ് ആണ് ഇവിടെ. 75 ബൈ നമ്പർ ഓഫ് ടൈംസ്, അതായത് 5. അപ്പോൾ ഇതിന്റെ ആൻസർ 15 എന്ന് കിട്ടും. അപ്പോൾ തേർഡ് ടൈം 15 ആണെന്ന് മനസ്സിലായി. ഇതിന്റെ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ചാപ്റ്ററിലെ അവസാന സെക്ഷനിലെ ലാസ്റ്റ് പോയിന്റ് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈവൻ നമ്പറിന്റെ സീക്വൻസുകളുടെ പ്രത്യേകതയാണ് നമ്മളോട് പരിശോധിക്കുന്നത്. നമ്മൾ ആദ്യം എഴുതിയ സീക്വൻസ് തന്നെ ഒന്നുകൂടി എഴുതുന്നു. 1, 3, 5, 7, 9 ആൻഡ് 11. ഈ സീക്വൻസിൽ നമുക്കറിയാം ആകെ 6 ടേമുകളാണുള്ളത്. അതുകൊണ്ട് ആണ് ഇതൊരു ഈവൻ നമ്പറിന്റെ ടേമുകളാണെന്ന് നമ്മൾ പറയാൻ കാരണം. ഇനി നമുക്ക് ഇതിന്റെ സം അങ്ങനെ കണ്ടുപിടിക്കാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 12 ആണ്. ആ 2 ടേമിന്റെ സം, ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും സമ്മ് 12 ആണ്. അതുപോലെ സെക്കൻഡ് ടേമിന്റെയും 5ാമത്തെ ടേമിന്റെയും സമ്മും 12 തന്നെയാണ്. അതുപോലെ തേർഡ് ടേമും ഫോർത്ത് ടേമിന്റെയും സമ്മ് 12 ആണ്. അപ്പോൾ ഓഡ് നമ്പറിൽ നമ്മൾ പരിശോധിച്ചത് എത്ര ടേംസ് ഉണ്ടെന്നാണ്. ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് എത്ര ജോഡി ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ 1, 2, 3 ജോഡികളാണുള്ളത്. അപ്പോൾ ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാം. ഓരോ ജോഡിയും തമ്മിലുള്ള സമ്മ് ഇൻറ്റു എത്ര ജോഡി, നമ്പർ ഓഫ് ജോഡി. സോ 12 × 3 = 36 ആണ് ഇതിന്റെ സമ്മ് വരുന്നത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് നമുക്ക് ഓണം എക്സാമിന് കൃത്യമായി പ്രിപ്പറേഷൻസ് നടത്താം. ഇതൊരു പുതിയ ചാനലാണ്. നിങ്ങളുടെ പിന്തുണയും സഹായവും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന് അറിയിക്കുന്നു. അതുകൊണ്ട് ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.